റമളാനിൻ്റെ പകലിൽ ഒരു കാരണമില്ലാതെ ഒരാൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വലിയ തിന്മയാണ്. ചില ആളുകൾ അവർക്ക് പിശാചിൻ്റെ ചില മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ ചിലരെന്ത് ചെയ്യും, ഇത്തരത്തിൽ കോളേജിൽ മറ്റുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പിന്നാലെ ഉണ്ടാവും. റമളാനിൻ്റെ പകലിലായാൽ വീട്ടുകാരുടെ അടുക്കൽ നോമ്പുമായിട്ട് പോരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരെന്തോ വലിയ സംഭവമായിട്ടൊക്കെ ചെയ്യുന്നത് പോലെയാണ്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് ആരും കാണാതെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും. സഹോദരങ്ങളെ, വൻ പാപമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. റമളാനിൻ്റെ പകലിനെ ഹുറുമത്ത്, അതിൻ്റെ പവിത്രത മാനിക്കാതെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നിസ്സാരമായ കാര്യമല്ലത്, നിസ്സാരമായ കാര്യമല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആഫിയത്ത് കൊണ്ടാണ് നീ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നിനക്ക് ചുറ്റുമുള്ളത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ എളുപ്പമുള്ള, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും എടുക്കാൻ സാധിക്കുന്ന ദീനിൻ്റെ ഒരു വിധിവിലക്ക്, ദീനിൻ്റെ ഒരു നിയമം, അഥവാ ഫജ്ർ മുതൽ മഗ്രിബ് വരെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നോമ്പെടുക്കുക എന്ന് പറയുന്നത് നിനക്ക് സാധിക്കുന്നില്ല. എത്ര ദുർബലനാണ്, എത്ര നന്ദി കെട്ടവരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു പോയ ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടവരാണ്. അത് ഖളാ വീട്ടേണ്ടതാണ്, നിർബന്ധമായും ഖളാ വീട്ടേണ്ട കാര്യമാണ്.